ഇലക്ട്രിക്കിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് ഇലക്ട്രിക്കിൻ്റെ അളവുകളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വൈദ്യുതിയുടെ അളവുകൾ. വോൾട്ട്, ആംപിയർ എന്നീ രണ്ട് യൂണിറ്റുകളാണ് സാധാരണയായി വൈദ്യുതി അളക്കുന്നതിന് ഉപയോഗിക്കുന്നത്. വോൾട്ട്, വോൾട്ടേജ്. ഒരു വൈദ്യുത സ്രോതസ്സിൽ ലഭ്യമായ ചാർജുകളുടെ മർദ്ദവ്യത്യാസത്തെയാണ് വോൾട്ട് എന്ന യൂണിറ്റ് കൊണ്ട് അളക്കുന്നത്. ഒരു വോൾട്ടിൻ്റെ 1000-ൽ 1 ഭാഗത്തെ 1 മില്ലിവോൾട്ട് എന്ന് പറയുന്നു. ആംപിയർ. ഒരു വൈദ്യുത ടെർമിനലിൽ നിന്ന് ഒഴുകുന്ന ഇലക്ട്രോണുകളുടെ അളവിൻ്റെ യൂണിറ്റാണ് ആംപിയർ. വാട്ട്. ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അവിടെ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ ശക്തിയെയാണ് വാട്ട്സ് എന്ന യൂണിറ്റ് കൊണ്ട് അളക്കുന്നത്. വോൾട്ട്, ആംപിയർ എന്നിവ കൂടുതൽ വ്യക്തമാക്കാൻ ഒരു ലഘു ഉദാഹരണം നോക്കാം. ചാർജ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ബാറ്ററിയെ ഉയരത്തിൽ സ്ഥാപിച്ച ഒരു വാട്ടർ ടാങ്കിനോട് താരതമ്യം ചെയ്യാം. ചിത്രം 7-ലെ ടാങ്കിൻ്റെ അടിയിൽ വളരെ ചെറിയ ഒരു പൈപ്പുണ്ട്. ഇതിലൂടെ പുറത്തു വരുന്ന വെള്ളം ശക്തമായി നിലം പതിക്കുന്നു. എച്ച് എന്ന സ്ഥലത്തെ ജലം ഏൽപ്പിക്കുന്ന മർദ്ദം ടാങ്കും ഭൂമിയും തമ്മിലുള്ള ഉയരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇതൊരു ബാറ്ററിയുടെ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകൾ തമ്മിലുള്ള വോൾട്ടേജ് വ്യത്യാസത്തിന് സമമാണ്. ചിത്രം ബിയിലെ ടാങ്കിൽ വ്യാസം കൂടിയ ഒരു വലിയ പൈപ്പാണുള്ളത്. ഇതിനാൽ അതിലൂടെ പുറത്തു വരുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ടാങ്കിൻ്റെ ഉയരത്തിൽ വ്യത്യാസമില്ലെങ്കിലും നിലം പതിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. ഇതിനെ ഒരു ബാറ്ററിയിൽ നിന്നും ഒഴുകുന്ന കറണ്ടിനോട് താരതമ്യം ചെയ്യാം. ബി ടാങ്കിൽ നിന്നും വീഴുന്ന ജലത്തിന് എ ടാങ്കിൽ നിന്നും ഒഴുകുന്ന ജലത്തേക്കാൾ കൂടുതൽ പ്രവൃത്തി ചെയ്യാനാകും. ഒരു നിശ്ചിത പ്രവൃത്തി ചെയ്യുന്നതിന് വോൾട്ടേജിനോടൊപ്പം ആംപിയറും കൂട്ടേണ്ടതുണ്ടെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ബാറ്ററികൾ. രാസപ്രവർത്തന ഫലമായി വൈദ്യുതി പുറത്തുവിടുന്ന ഉപകരണമാണ് വൈദ്യുതി സെൽ. ഒന്നിലധികം സെല്ലുകൾ ചേർത്ത് ഘടിപ്പിച്ച സംവിധാനത്തെയാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചാർജ് ചെയ്യാൻ കഴിയാത്തവയെ പ്രൈമറി സെല്ലെന്നും റീചാർജ് ചെയ്യുന്നവയെ സെക്കൻഡറി സെല്ലെന്നും പറയുന്നു. സെല്ല് നിർമ്മിക്കാൻ ഉപയോഗിച്ച രാസവസ്തുക്കളുടെ തരം അനുസരിച്ച് അവയിൽ നിന്ന് ലഭിക്കുന്ന വോൾട്ട്, ആംപിയർ എന്നിവയിലും വ്യത്യാസമുണ്ടായിരിക്കും. സെല്ലുകളുടെ പാരലൽ സീരീസ് കണക്ഷൻ. 1.5 V ഉള്ള 3 ടോർച്ച് സെല്ലുകൾ സീരീസ് ആയി ഘടിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ആകെ വോൾട്ട് 1.5 + 1.5 + 1.5 = 4.5 V ആയിരിക്കും. എന്നാൽ ആംപിയർ വർധനവ് ഉണ്ടാകുന്നില്ല. സെല്ലുകൾ സമാന്തരമായി ഘടിപ്പിക്കുമ്പോൾ ലഭിക്കുന്നത് 1.5 V മാത്രമായിരിക്കും. പക്ഷേ വൈദ്യുതി പ്രവാഹത്തിൻ്റെ അളവ് 300 + 300 + 300 = 900 mA ആയി വർദ്ധിക്കുന്നു. സെല്ല്, ബാറ്ററി എന്നിവയുടെ ചിഹ്നമാണ് ഈ കാണുന്നത്. ഇലക്ട്രിക്കിൻ്റെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.